ഇനി പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ജാസി ഗിഫ്റ്റുമായുള്ള അഭിമുഖം. ബഹറിൽ വന്ന അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ബഹറിൽ ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇത് വന്നതെന്ന് വെച്ചാൽ ഞാൻ ബഹറിൻ മലയാളി ബിസിനസ് ഫോറം അതിൻ്റെ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഒരു പ്രോഗ്രാമുമായിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ കമ്പോസിങ്ങും ഞാനിപ്പോൾ പാടിയിരിക്കുന്ന തെലുങ്ക് അങ്ങനെ കുറച്ച് പാട്ടുകളെല്ലാം പാടുന്നുണ്ട്. ഒരു പുതിയ തരംഗവുമായിട്ടാണ് താങ്കൾ കടന്നു വന്നത്. നാളിതുവരെയുള്ള നമ്മുടെ ഗാനാലാപന ശൈലിക്ക് വിരുദ്ധമായിട്ട് വിശ്വാസമൊക്കെ സൃഷ്ടിച്ച ഒരു ലോകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് എന്തായിരുന്നു അതിൻ്റെ ഒരു മോട്ടിവേഷൻ? ആക്ച്വലി ഈ പാട്ടിൻ്റെ ഞാൻ ആദ്യം ചെയ്ത ആ സമയത്തുള്ളൊരു സംഭവം വെച്ചാൽ ഒത്തിരി ആ സമയത്ത് ഓഡിയോ ഇൻഡസ്ട്രി ഭയങ്കര വീക്കായിരുന്നു. അതുപോലെ മ്യൂസിക് ഒട്ടും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നൊരു സമയത്താണ് ഇപ്പോൾ ഞാൻ എൻ്റെ പാട്ടുകൾ ആ സമയം വന്നത്. പക്ഷേ ഈ പാട്ടിൻ്റെ ഒരു മൊത്തം ഘടനയ്ക്കുള്ളൊരു ചേഞ്ച്, അങ്ങനെ മൊത്തത്തിലുള്ള ഫോർമാറ്റിൻ്റെ ഒരു ചേഞ്ച്, പിന്നെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള കുറേ ഓർക്കസ്ട്രേഷൻ്റെ ഒരു സംഭവം, അതെല്ലാം കൂടെ ചേർന്നാണ് എനിക്ക് തോന്നുന്നത് ആ പാട്ടിന് അപ്പോഴും പ്രത്യേകിച്ച് എല്ലാവരും നോട്ടീസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഇത്രയും ഓർക്കസ്ട്രേഷനും എല്ലാം ഇങ്ങനെ വെസ്റ്റേണൈസ്ഡ് ആയിരുന്നെങ്കിലും അതിൽ ബേസിക് ട്യൂണുകളൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം അത് ബേസിക് കമ്പോസിങ്ങിൽ തന്നെ നമ്മളിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എത്രമാത്രം എന്താണ് കോംപ്ലിക്കേഷനകത്ത് പോകാതെ വളരെ സാധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കിലേക്ക് പോയി. അതാണ് പ്രത്യേകിച്ച് പെർക്കഷൻ സൈഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആക്കിയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ്ങിലേക്ക് വന്നു. പിന്നെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ആ സമയം വോയിസ് കൾച്ചറും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി ആ പാട്ടുകളിലേക്ക്. താങ്കളുടെ ഫോർ ദ പീപ്പിളിന് ശേഷം പിന്നീട് വന്ന പടങ്ങൾ അതുപോലെ ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് തോന്നിയിട്ടില്ല. വളരെ സത്യസന്ധമായി തന്നെയാണ് സംസാരിക്കുന്നത്. എന്താണ് അങ്ങനെ സംഭവിച്ചു? ശരിക്കും എന്താണ് മലയാള സിനിമയും താങ്കളുടെ പാട്ടുകളൊക്കെ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം മ്യൂസിക് ഫോർ ദ പീപ്പിൾ കഴിഞ്ഞിട്ട് സത്യത്തിൽ ഞാൻ ചെയ്ത മൂവീസ് ഒരു സഹായമായിട്ട് എനിക്ക് വന്നിട്ടില്ല. ഒരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടത്തക്ക ഒരു മൂവീസ് അല്ല ഞാൻ അതിനുശേഷം ചെയ്തത്. അത് ഒന്നാമത്തെ കാര്യം. പാട്ടുകൾ ഒരു അത് പടത്തിൻ്റെ ബേസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പാട്ടും അതിൻ്റെ കൂടെ അങ്ങ് ഒഴുകി പോകുന്നൊരവസ്ഥയാണ് ആക്ച്വലി അത് കഴിഞ്ഞിട്ടുള്ള 2-3 മൂവീസിനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു സിനിമ പാട്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പടം വിജയിക്കുന്നതിൻ്റെ ഒരു ഇതനുസരിച്ചിരിക്കും അതിൻ്റെ സോങ്ങിൻ്റെ റിസൾട്ട്. നമ്മൾ എത്രമാത്രം നല്ല പാട്ട് ചെയ്താലും ചിലപ്പോഴും ഒരു പടം 1 ആഴ്ച 2 ആഴ്ചയാണ് ഓടുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. ആസ് എ മ്യൂസീഷ്യൻ നമുക്ക് അതൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഘടകമാണ്. കാര്യം നമുക്ക് ഒരിക്കലും ഒരു സംവിധായകൻ്റെ അടുത്ത് ആരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല സാർ ഇങ്ങനെ പടം ചെയ്യണം അങ്ങനെ പറയാം. നമ്മുടെ കൺസെപ്റ്റ് പോലെയല്ല അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മ്യൂസിക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി ചൂസ് ചെയ്ത് ചെയ്യായിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളം സിനിമയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു വെയിറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. നമ്മൾ കാര്യം അങ്ങനെ ഒരു ചൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാര്യം ഓരോ ദിവസം കൂടുന്തോറും ഒത്തിരി പേര് ഇൻഡസ്ട്രിയിലോട്ട് വരുന്നുണ്ട്. അത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരുന്നാലും ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട്, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു ഓവറായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒരു ചെയ്യേണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കമ്പോസിങ് സൈഡും ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ലജ്ജാവതി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കമ്പോസിങ്ങിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് വെച്ചാൽ സ്നേഹത്തുമ്പിയാണ്. അത് കഴിഞ്ഞിട്ടൊരു മൈൽ സ്റ്റോൺ എന്ന് എനിക്ക് പറയാൻ പറ്റിയ ഒരു പാട്ടാണ് അത്. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്നാരോമൽ തുമ്പി നീയില്ലെങ്കിൽ ഞാനുണ്ടോ പൂവേ വാത്സല്യത്തേൻ ചോരും പൂവേ. ഇത് ദാസാർ ആദ്യമായിട്ട് എൻ്റെ ഒരു വർക്കിൽ പാടുന്നെന്നുള്ളൊരു ഇതും ഈ പാട്ടിനുണ്ട്. മാത്രമല്ല പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പാട്ട് വളരെ പോപ്പുലറായും ഒരു വേറൊരു ഇമേജ് എനിക്ക് സ്നേഹത്തുമ്പി വഴി എനിക്ക് ആ സമയം കിട്ടി. ഒരു നിർമ്മാതാവിന് ആദ്യം പൈസ കിട്ടുന്നത് ഗാനം ചിട്ടപ്പെടുത്തി കാസറ്റായിട്ടോ CD ആയിട്ടോ ഇറക്കിയാണ്. പക്ഷേ ഇപ്പോൾ ആ മാർക്കറ്റ് വളരെ ദുർബലമാവുന്നു എന്ന് പൊതുവെ ഒരു ആശയമുണ്ട്. എന്താ ശരിയല്ലേ അത്? മലയാളത്തിൽ ഇപ്പോഴും ഞാൻ നോക്കിയിട്ട് പ്രധാന കാര്യം വെച്ചാൽ നല്ല പാട്ടുകൾ ഇറങ്ങുന്നില്ല. നല്ല പാട്ടുകൾ ഇറങ്ങിയാൽ മാത്രമേ ഓഡിയോ വാങ്ങിക്കാനായിട്ടുള്ള ആൾക്കാർ കാണൂ. പിന്നെ പൊതുവേ മലയാളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഓഡിയോ ഇൻഡസ്ട്രി ഭയങ്കര ഡള്ളാണ്. അത് ഈ പൈറേറ്റഡ് CDs ഇറങ്ങുന്നുണ്ട് ആണെന്നുള്ളൊരു കുറ്റം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പൈറേറ്റഡ് CDസും അതിൻ്റെ ഒന്നും കാര്യമില്ല. നല്ല പ്രോഡക്റ്റ് അല്ലെങ്കിൽ നല്ല പാട്ടുകളില്ലാത്തതാണ് അതിൻ്റെ മെയിൻ ഒരു കുഴപ്പം. ഇത് കാരണം ഇൻഡസ്ട്രി വീക്കാണ്.
മാത്രമല്ല മലയാള സിനിമകളിലൊക്കെ ഒരു പാട്ട് രണ്ട് പാട്ടായി, മിക്കതും പ്രൊമോസായിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ഒരു പാട്ട് രണ്ട് പാട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോമ്പിനേഷൻ കാസറ്റായിട്ട് ഇറങ്ങും. അങ്ങനെ ഒരു കോമ്പിനേഷൻ കാസറ്റിൽ ചിലപ്പോഴും ആൾക്കാർക്ക് ഒരു താല്പര്യമില്ലാത്തതായി വരും. പിന്നെ ഈ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ മിക്ക പാട്ട് ഇപ്പോഴിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. സിനിമയിൽ ഒരു പാട്ടാണെങ്കിൽ ഒരു പാട്ടായിരിക്കും, രണ്ട് പാട്ടായിരിക്കും. അപ്പോഴിത് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയെ തളർത്തുന്നൊരു സ്വഭാവമാണ്. ഇതിലിപ്പോൾ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം നോക്കുകയാണെങ്കിലും നമുക്ക് മെൻ്റലി ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു 4-5 പാട്ടെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എതിരെ വരുമ്പോഴിത് സ്വാഭാവികമായിട്ട് നമ്മുടെ വർക്കിനെ ബാധിക്കും, ഓഡിയോ ഇൻഡസ്ട്രിക്കും വീക്കാണ്. ലോകത്തിലെ എല്ലാ പരീക്ഷണങ്ങളും നടത്തുന്ന ആളുകൾക്ക് വിമർശനങ്ങൾ വളരെ ശക്തമാണ്. ട്രെൻഡ് സെറ്റർ എന്ന രീതിയിൽ താങ്കൾക്കും ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായോ എനിക്കറിയാം. എങ്ങനെയാണ് വിമർശനങ്ങൾ നോക്കിക്കാണുന്നത്? വിമർശനങ്ങൾ ഇപ്പോൾ എൻ്റെ പാടിനെ പറ്റി ഞാൻ വായിച്ചിട്ടുള്ളതൊന്നൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പലരും ഒത്തിരി ഒരു സ്വഭാവമാണ് പല ക്രിറ്റിസിസം ഞാൻ വായിച്ചിട്ടുള്ളത്. പിന്നെ മനഃപൂർവ്വം ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒത്തിരി എന്താണ് ഒരു സപ്പോർട്ട് നൽകുന്നതിനപ്പുറം വേറൊരു വ്യൂ പോയിന്റിലാണ് ഒത്തിരി പേഴ്സണലായിട്ടുള്ളൊരു ഹാരാസിങ്ങും എല്ലാം കൂടെ ചേർന്നാണ്. ഇപ്പോൾ ആക്ച്വലി എനിക്ക് വന്നിട്ടുള്ള ക്രിറ്റിസിസം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും വെറുക്കുന്നൊരു സംഭവമാണ്. മാത്രമല്ല അതിൽ ഒരു എന്തെങ്കിലും അതിൽ നമുക്ക് എടുത്തു പറയത്തക്ക ഒരു ഘടകവും അതില്ല. അവർ ഇപ്പോൾ ഇത് എഴുതുന്ന ആൾ പറയുന്ന ഒരു 4-5 ആൾക്കാർ മാത്രം, അവർക്ക് ഇഷ്ടപ്പെട്ടവർ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാവരെയും ഒന്നുമല്ല, അവരുടെ ഒന്നും മ്യൂസിക് അല്ല, ഇതാണ് മ്യൂസിക്, അല്ലെങ്കിൽ ഇതിൽ സംഗീതമല്ല അതിൽ സംഗീതമല്ല എന്നൊക്കെ പറയുന്ന തീരെ ഒരു വേസ്റ്റായിട്ടുള്ള ഒരു എഴുത്ത് മാത്രമാണ് ഞാൻ എൻ്റെ പാട്ടുകളെ പറ്റി കണ്ടിട്ടുള്ളത്. നാളിതുവരെയുള്ള കർണാടിക് സംഗീതത്തിൻ്റെ തലത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദ്രവീഡിയൻ താളബോധമാണ് തങ്ങളുടെ ഗാനങ്ങൾക്കുള്ളത് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. അത് റഹ്മാൻ അടക്കമുള്ള പലരും സ്വീകരിച്ചിട്ടുള്ള താളബോധമാണ്. ഇത്തരത്തിലൊരു ചിന്ത എങ്ങനെയാണ് വന്നത്? എന്താണ് അതിനോട് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് ഞാൻ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാന ഘടകം പെർക്കഷൻ സൈഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ താളം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഘടകമാണ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്ക എൻ്റെ സോങ്സും പോയിരിക്കുന്നത്. കാരണം ലജ്ജാവതി മുതൽ ബെല്ലെ ബെല്ലെ അങ്ങനെ മത്താപ്പൂ അങ്ങനെ എല്ലാ പാട്ടുകളിലും പെർക്കഷന് അതിൻ്റേതായ ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താളമാകുമ്പോഴത്തേക്ക് അതിനൊരു പോസിറ്റീവ് ഫാക്ടർ പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് റഹ്മാൻ സാറിൻ്റെ വർക്കുകൾ, ഇളയരാജ സാറുടെയൊക്കെ വർക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് പെർക്കഷൻ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആക്ച്വലി ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ളത് പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ ബീറ്റ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് പിന്നെ കൈയടിച്ച് വരവേൽക്കുന്നൊരു സ്വഭാവം പെർക്കഷൻ തുടങ്ങുമ്പോഴുണ്ടാകും. അങ്ങനത്തെ പാട്ടുകൾ മനസ്സിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചൂട് പിടിച്ച് ആക്ച്വലി എല്ലാ പാട്ടുകളിലും ഞാൻ പെർക്കഷൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇംഗ്ലീഷും നമ്മുടെ സൗത്ത് ഇന്ത്യൻ പെർക്കഷനും വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റായിരുന്നു അപ്പാച്ചി ഇന്ത്യൻ. അപ്പാച്ചി ഇന്ത്യൻ്റെ സോങ്സ് ഒത്തിരി ആ സമയം ഭയങ്കര ക്രേസ് ആയിരുന്നൊരു ടൈമുണ്ട്. അതിൽ ഈ ഭംഗ്ര ബീറ്റുകളും ഈ നമ്മുടെ ഇംഗ്ലീഷും പിന്നെ പുള്ളിയുടെ ഈ പഞ്ചാബി ലാംഗ്വേജ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലേവറാണ് അതിൽ. അപ്പോൾ ആ വർക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ സൗത്ത് ഇന്ത്യൻ താളങ്ങളിൽ ഇങ്ങനത്തെ പരീക്ഷണം നടത്തണം. അങ്ങനെയാണ് കൂടുതലും ഈ നമ്മുടെ തകില്, പിന്നെ ഡോല്, അങ്ങനെ ഒത്തിരി നമ്മുടെ താളവാദ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനിലോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ലൊരു ഫ്യൂഷൻ മ്യൂസിക്കിൻ്റെ വേറൊരു ലെവല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുഞ്ഞുമണിക്കൊരു സണിഞ്ഞ്